കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 20, തിരുവചനങ്ങൾ 20 മുതൽ. അക്കാലത്ത് സെബദീ പുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരുടെ കൂടെ വന്ന് യേശുവിൻ്റെ മുൻപിൽ യാചനാപൂർവം പ്രണമിച്ചു. അവൻ അവളോട് പറഞ്ഞു, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലതുവശത്തും അവരൻ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കുമെന്നാൽ എൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കുവാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല. അത് എൻ്റെ പിതാവ് ആർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും ആ 2 സഹോദരന്മാരോട് അമർഷം തോന്നി. എന്നാൽ യേശു അവരെ അടുത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സഭ വിശുദ്ധ യാക്കോബിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സുവിശേഷത്തിൽ വളരെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന 3 ശിഷ്യന്മാരിൽ ഒരാളായിട്ട് നമ്മൾ കാണുന്ന ഒരാളാണ് യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബ്. കർത്താവ് താനായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം കൂടെ കൂട്ടുന്ന 3 പേരായിരുന്നു, പത്രോസും യോഹന്നാനും യാക്കോബുമല്ല. അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ 1-2 കാര്യങ്ങൾ കേട്ടു. ഒന്ന്, കർത്താവ് പത്രോസിനെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഏൽപ്പിക്കുന്നതായിട്ട് കണ്ടു. പിന്നീട് കർത്താവ് താൻ കടന്നു പോകേണ്ട പീഡാസഹനത്തെക്കുറിച്ച് വിവരിക്കുക. അപ്പോൾ ഒരു പക്ഷേ ഈ സഹോദരന്മാരോ ഈ സഹോദരന്മാരുടെ അമ്മയോ, കാരണം മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇവർ നേരിട്ടാണ് കർത്താവിനോട് ഇത് ചോദിക്കുന്നത്, എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ ഇവരുടെ അമ്മയാണ് ഇത് ചോദിക്കുന്നത്. ഇങ്ങനെയാണെങ്കിലും ഈ 2 പേരും വിചാരിച്ചു കർത്താവിൻ്റെ രാജ്യത്തിലെ എല്ലാ മന്ത്രിസ്ഥാനങ്ങളും കൊടുത്തു തീർക്കുന്നതിന് മുൻപ് തന്നെ അല്ലേ, ഏറ്റവും ഇനി അടുത്തുള്ള ഏറ്റവും നെക്സ്റ്റ് 2 പോസ്റ്റ് ഞങ്ങൾ തന്നെ ചോദിച്ച് മേടിച്ചേക്കാം, ഇനി അത് കിട്ടിയില്ലെങ്കിലോ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അവർ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ഇടതും വലതും ഇരിക്കുവാനുള്ള അധികാരത്തിൻ്റെ കസേരകൾ ചോദിക്കുക. പലപ്പോഴും നമ്മളും നമ്മുടെ വിശ്വാസത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് കാണുമ്പോൾ ഒരു പക്ഷേ നമ്മളും ഇത്തരം ഒരു ലൗകികമായ കാഴ്ചപ്പാടോടുകൂടി, മാനുഷികമായ കാഴ്ചപ്പാടോടുകൂടി ദൈവരാജ്യത്തെ കാണാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇവിടെ ഈ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ അമ്മമാരും തങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ലത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ഒരുപക്ഷെ ഈ അമ്മ വിചാരിച്ച് ഇവന്മാരായിട്ട് ചോദിക്കത്തില്ല, എന്നാൽ ഞാനായിട്ട് തന്നെ പോയി ചോദിച്ചേക്കാം. തൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ലത് ലഭിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിട്ടുള്ളവരാണ് മാതാപിതാക്കൾ. കർത്താവിനോട് ചോദിച്ചു, പ്രൈം മിനിസ്റ്റർഷിപ്പ് എന്തായാലും പത്രോസിന് കൊടുത്തു, ഇനി എന്താ ആഭ്യന്തരവും ധനകാര്യവും അത് 2 ഉണ്ടാവുള്ളൂ, എന്നാൽ പിന്നെ അത് യോഹന്നാനും യാക്കോബിനുമായിട്ടൊക്കെ കൊടുത്തേരെ. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞ കാര്യം എന്താ? നിങ്ങളിപ്പോഴും ലൗകികമായ കണ്ണുകളോടുകൂടിയാണ് കാണുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് അധികാരമല്ല. ദൈവരാജ്യം എന്ന് പറയുന്നതും കർത്താവിനെ അനുഗമിക്കുക എന്ന് പറയുന്നതും സ്ഥാനമുണ്ടാക്കലും ധനമുണ്ടാക്കലും സമ്പത്തുണ്ടാക്കലും ലൗകികമായ നേട്ടങ്ങൾ വെച്ചിട്ടല്ല നിങ്ങൾ ദൈവരാജ്യത്തെ അളക്കേണ്ടതും ക്രിസ്തീയ ജീവിതത്തെ അളക്കേണ്ടതും. ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലും സാമ്പത്തികമായ സമൃദ്ധിയും ജീവിതത്തിലെ പ്രശസ്തിയും പേരും പദവിയും അധികാരവും ഒക്കെ കർത്താവ് തരുന്ന അനുഗ്രഹത്തിൻ്റെ ഭാഗങ്ങളായിട്ട് മാത്രം കാണുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിരാശയായിരിക്കും ഫലം. വിചാരിക്കുന്നത് പോലെയുള്ള ഉയർച്ച ഉണ്ടാകുന്നില്ല, ഞാൻ വിചാരിക്കുന്നത് പോലെയുള്ള ലൗകിക നേട്ടങ്ങൾ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കുന്നത്? ലൂക്കാ 9-ാം അധ്യായത്തിൽ സമരിയായിലെ ചില ഗ്രാമങ്ങൾ അതിലൂടെ കടന്നു പോകാൻ യേശു അനുവദിക്കാത്തപ്പോൾ പറഞ്ഞു, നമുക്ക് അവർ തീർത്ത് കളഞ്ഞേക്കാം. സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകം ഇറക്കി അല്ലേ, കൈ തോക്കുണ്ടായിരുന്നെങ്കിൽ അപ്പം വെടിവെച്ചേനെ.
അത് പറയാതെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് അങ്ങനെ തീർത്ത് കളഞ്ഞേക്കാം അവന്മാരെ. ചൂടന്മാരായതുകൊണ്ടാണ് അവരെ പൊതുവെ ബൊവനർഗസ്, ഇടിമുഴക്കത്തിന്റെ പുത്രന്മാരെന്ന് കർത്താവ് വിളിച്ചതെന്നാണ് വചനം ഇങ്ങനെ പറയുന്നത്. ചിലപ്പോൾ ഇതെല്ലാത്തിൽ നിന്ന് മാറി നിന്ന് കർത്താവ് ഇവരോട് ചോദിക്കുന്ന ചോദ്യം എന്താ? നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ചോദ്യം ഇതാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് പറ്റും? ഈ ഒരു സമയത്ത് നിൽക്കുമ്പോൾ എന്തിനും യെസ് പറയുന്നവരാണ് ചാടിക്കയറി പറഞ്ഞ് ഞങ്ങൾക്കും പറ്റും. നമ്മൾ ഓർക്കണം, കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷവും ഏറ്റവും ആദ്യം രക്തസാക്ഷിത്വം വഹിച്ചയാളാണ് യാക്കോബ്. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പോസ്തലന്മാരിൽ ഏറ്റവും കൂടുതൽ സഹിച്ച് ഏറ്റവും അവസാനം മരിച്ച ആളാണ് വിശുദ്ധ യോഹന്നാൻ. ഇവർ രണ്ടുപേരും കർത്താവിൻ്റെ ആ ഒരു പീഡാനുഭവത്തിലേക്ക് കയറി ചെല്ലാൻ സമ്മതം കൊടുക്കുക. എന്താണ് യഥാർത്ഥമായ ഒരു കമ്പാനിയൻഷിപ്പ്? ഒരുമിച്ച് തൻ്റെ പാനപാത്രത്തിൽ പങ്കുചേരാനുള്ളൊരു വിളിയാണ്. കർത്താവും നമ്മളെ വിളിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴമർത്ഥം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെയാകാൻ വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തു നടന്ന അതേ വഴിയിലൂടെ നടക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എനിക്കതിൻ്റെ അകത്തെ വേദനകളും സങ്കടങ്ങളും പീഡനങ്ങളും ഒന്നും വേണ്ട. ബാക്കി നല്ല രസമുള്ള കാര്യങ്ങൾ, സൗഖ്യവും സമ്പത്തും ആരോഗ്യവും എല്ലാ അനുഗ്രഹവും മാത്രം മതി എന്ന് പറയുന്നിടത്ത് ക്രിസ്തുവിനോടുകൂടെ അവിടുത്തെ പാനപാത്രത്തിൽ നമ്മൾ പങ്കുചേരുന്നില്ല. പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യരും ഈ ലോകത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ക്രിസ്തുവിനെ അറിഞ്ഞവരും അറിയാത്തവരും എല്ലാം വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ട്. സങ്കടപ്പെടാത്തവരും വേദനിക്കാത്തവരും ആരുമില്ല. ജീവിതത്തിൽ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും, അല്ലെ, എവരിബഡി റിസീവ്സ് എ ബ്രോക്കൺ ഹാർട്ട്. എല്ലാവരും ഒരു ചങ്ക് തേർന്നൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും. പിന്നെ എന്താണ് നമ്മുടെ ജീവിതവും ക്രിസ്തുവിനെ അറിയാത്തവരുടെ ജീവിതവും തമ്മിലുള്ള ആഴമേറിയ വ്യത്യാസം? ക്രിസ്തുവിനെ അറിയുന്ന ഓരോ വ്യക്തിക്കും അറിയാം, ഞാൻ കടന്നു പോകുന്ന ഈ സങ്കടങ്ങൾക്കപ്പുറം എൻ്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ട്. ഞാനിത് കയറി ചെല്ലുന്നത് മഹത്വത്തിലേക്കാണ്. ഇന്ന് നമ്മൾ പ്രതിവേദന സങ്കീർത്തനത്തിൽ വായിച്ചില്ലേ, കണ്ണീരോടെ കൊയ്യുന്നവൻ ആനന്ദാഘോഷത്തോടെ വിതയ്ക്കുന്നവൻ ആനന്ദാഘോഷത്തോടെ കൊയ്യട്ടെ. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന കണ്ണുനീരിന് നാളെ മഹത്വമുണ്ട്. എനിക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവിനോട് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ എൻ്റെ കണ്ണുനീരും എൻ്റെ വേദനയും അനുഗ്രഹമായിട്ടും മഹത്വമായിട്ടും മാറും. എന്നാൽ ക്രിസ്തുവിനെ അറിയാത്ത, ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത, ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് തൻ്റെ വേദനകൾ വെക്കാത്ത ഒരു വ്യക്തിക്കും തൻ്റെ വേദനകൾക്ക് അർത്ഥമില്ല, വേദനകൾക്ക് പ്രത്യാശയില്ല. കണ്ണുനീര് ഒഴുകുന്നതല്ലാതെ ആ കണ്ണുനീര് ഒരിക്കലും ആനന്ദാഘോഷം കൊയ്യാനായിട്ടുള്ളൊരു മാർഗമായിട്ട് മാറുന്നില്ല. കാരണം ക്രിസ്തുവിനോട് ചേർത്ത് വെക്കാത്ത എല്ലാ സഹനങ്ങളും വേദനകളും മാത്രമാണ്. അത് വേദനയായിട്ട് തന്നെ നിൽക്കും. എന്നാൽ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് ഞാൻ കർത്താവിനോട് കൂടെ നടക്കുന്ന നിമിഷം എൻ്റെ വേദനകളെല്ലാം ആനന്ദമായിട്ട് മാറും. എൻ്റെ വേദനകളെല്ലാം എന്താ പറയുക, സമ്പത്തായിട്ട് മാറും. എല്ലാത്തിനും ഉപരി അത് ബലിയായിട്ട് മാറും. ശിഷ്യന്മാർ പോലും ഈ വേദനകളൊക്കെ കർത്താവിൻ്റെ കൂടെ നടന്നവരല്ലേ എന്ന് പറഞ്ഞ് സ്പെഷ്യൽ പ്രിവിലേജ് ഒന്നുമില്ല. നമ്മളെക്കാൾ കൂടുതൽ ഒരു പക്ഷേ സഹനത്തിലൂടെ കടന്നുപോയാണ് അവർ ക്രിസ്തുവിനെ അനുഗമിച്ചത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈശോനെ അനുഗമിക്കാം, ഈശോനെ സ്നേഹിക്കാം, എനിക്ക് വേദന വേണ്ട, സങ്കടം വേണ്ട എന്ന് പറയുന്നവര് കർത്താവിൻ്റെ കുരിശിലിൻ്റെ ബലിയിൽ പങ്കുചേരുന്നില്ല. കൊളോസസ് 1:24 നമുക്ക് ഓർക്കാം, ക്രിസ്തുവിൻ്റെ സഹനത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ശരീരത്തിൽ സഭയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുകയാണ് എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു വേദനകളെ വിശ്വാസത്തോടെ ജീവിക്കുന്നിടത്താണ്, അതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നിടത്താണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതവും വിശ്വാസവും നമ്മൾ ജീവിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഇന്നത്തെ ആദ്യ വായനയിൽ 2 കൊരിന്തോസ് 4-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത് എന്താ? പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നിങ്ങളൊരു വലിയ കടയിൽ ചെന്ന് വലിയ സ്വർണമോ ഡയമണ്ടോ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഏറ്റവും മോശപ്പെട്ട പാക്കിങ്ങിലല്ല നിങ്ങൾക്ക് അവർ തന്നു വിടുന്നത്. ആദ്യം ഇങ്ങനെ പേപ്പറിൽ പൊതിയും, അതിനുശേഷം അതിൻ്റെ അകത്തൊരു ഡപ്പിക്കകത്തിടും, അതിനുശേഷം ഒരു വലിയ ബോക്സിൻ്റെ അകത്തിടും, അതിനുശേഷം ഒരു 3-4 പാക്കേജിങ്ങെങ്കിലും കാണും. അല്ല, വിലപിടിപ്പുള്ള സാധനത്തിന് വില കൂടിയ പാക്കേജിങ് സാധാരണ വരാറുണ്ട്. നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ചു, അത്യാവശ്യം വിലപിടിപ്പുള്ളതാണെങ്കിൽ അത് നല്ല കട്ടിയായുള്ള പാക്കിംഗ് ഒക്കെ കാണും. പക്ഷേ കർത്താവ് എന്താ പറയുന്നത്? ഇന്നത്തെ വചനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത് ഇതാണ്: പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളാണ് ഈ മൺപാത്രങ്ങൾ, നമ്മളാണ് മൺപാത്രങ്ങൾ. അപ്പോൾ നമ്മുടെ വിലയും നമ്മുടെ മഹത്വം എന്ന് പറയുന്നത് നമ്മളല്ല. ഏത് നിമിഷം വേണേലും പൊട്ടിപ്പോയേക്കാവുന്ന, ഉടഞ്ഞു പോയേക്കാവുന്ന ആ ഒരു മൺപാത്രത്തിൽ ഇത്രയും വലിയ നിധി ദൈവം തരുമ്പോൾ ഈ മൺപാത്രത്തിന് മഹത്വമുള്ളതാക്കി മാറ്റുന്നത് എന്താണ്? ഈ നിധിയാണ്. അതിൽ നൽകപ്പെട്ടിരിക്കുന്ന നിധിയാണ്. ദൈവികമായ
കൃപ നമുക്ക് നൽകപ്പെട്ടിരിക്കും. ആ കൃപയാണ് നമ്മുടെ മഹത്വത്തിന് കാരണം, നമ്മളല്ല. പലപ്പോഴും ഞാൻ എന്തൊക്കെയാണെന്നോ, ഞാൻ വലിയ സംഭവമാണെന്നോ, എനിക്ക് വലിയ കഴിവുകളുണ്ടെന്നോ, എനിക്ക് കാര്യപ്രാപ്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴും പ്രിയമുള്ളവരെ, എല്ലാം പൊള്ളയാണെന്ന് ഓർക്കണം. കർത്താവിൻ്റെ കൃപ കൂടെയില്ലെങ്കിൽ നമ്മളെല്ലാവരും പൊള്ളയാണ്, നമ്മളെല്ലാം സീറോയാണ്. കർത്താവ് കൂടെ ഉള്ളപ്പോഴാണ് നമുക്ക് അർത്ഥം ഉണ്ടാകുന്നത്, നമുക്ക് മഹത്വം ഉണ്ടാകുന്നത്. ഇനി നമ്മുടെ വിളി എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള നിധി പകർന്നു കൊടുക്കാനായിട്ട് ഉടയ്ക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ മൺപാത്രങ്ങൾ ഓരോ നിമിഷവും, ഏത് നിമിഷം വേണേലും ഉടഞ്ഞു പോയേക്കാം. ഇനി ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, എൻ്റെ ഉള്ളിലെ നിധി പകർന്നു കൊടുക്കാൻ ഞാൻ വിളിക്കപ്പെട്ടത്, ക്രിസ്തുവാകുന്ന നിധി. അതിനുവേണ്ടി മുറിയപ്പെടുവാനും തകർക്കപ്പെടുവാനും ഉടയ്ക്കപ്പെടുവാനും ഞങ്ങൾ തയ്യാറാണെന്ന പൗലോസ് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ ഒരിക്കലും തോറ്റുകൊടുക്കുന്നില്ല, ഭഗ്നാശരാകുന്നില്ല, നിരാശരാകുന്നില്ല. കാരണം എന്നിലൂടെ ക്രിസ്തുവാണ് ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലായിരിക്കുന്ന ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഈ ഒരു ചിന്ത പതിയട്ടെ. ഞാനല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ ചിന്തയല്ല, എൻ്റെ ബലമല്ല, മഹത്വമല്ല, എന്നിൽ നൽകപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ മഹത്വമുള്ളതാക്കി, നിധിയാക്കി മാറ്റുന്നത്. രണ്ടാമതായിട്ട്, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ വിളിക്കപ്പെട്ടവരെല്ലാം സഹനത്തിൻ്റെ തീച്ചുള്ളിലൂടെ കടന്നുപോയി വിശുദ്ധീകരണത്തിലേക്ക് നടക്കേണ്ടവരാണ്. കുഞ്ഞു കുഞ്ഞു സഹനങ്ങൾ പോലും നമ്മുടെ പാപപരിഹാരത്തിനായിട്ടും വിശുദ്ധീകരണത്തിനായിട്ടും ദൈവം തരുന്ന സമ്മാനങ്ങളാണെന്ന ബോധ്യത്തോടെ അവയെ സ്വീകരിക്കുമ്പോൾ അവ ഏറ്റെടുക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കും. അവ ശല്യങ്ങളാണെന്നും ബുദ്ധിമുട്ടുകളാണെന്നും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷയാണെന്നും തന്നെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ അസഹ്യമായിട്ട് നമുക്ക് മാറാൻ തുടങ്ങും. കർത്താവിന്റെ തിരുസന്നിധിയിലായിരിക്കുന്ന നിമിഷം അപ്പസ്തോലന്മാർ നടന്ന അതേ പാതയിലൂടെ നടക്കാൻ കർത്താവെ കരുത്തേകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.